ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാമേ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതിനോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഏതായാലും നമ്മുടെ സ്റ്റാൻലിനെ പല ചട്ടങ്ങളും പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അലീന. ഔദക്കുട്ടി ഉണ്ട് കേട്ടോ. ഇപ്പൊ എപ്പോഴും ഔദക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് തന്നെയാണ്. അലീനയെ കാണാനും അലീനയോട് സംസാരിക്കാനും അലീനയുടെ കൂടെ ഇരിക്കാനും അലീനയുടെ കൂടെ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞു നടക്കാനും ഒക്കെ നമ്മുടെ ഔദക്കുട്ടി ചായന് ഭയങ്കര ഇഷ്ടമാണ്. തന്റെ ഭാര്യ ചിന്നമ്മയുടെ അതേ ഷേപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ എന്തേ നമ്മുടെ പൗലോസിയേട്ടൻ അവിടെ ഇല്ല. പൗലോസിയേട്ടൻ പോയിരിക്കുകയാണ്. പൗലോസിയേട്ടൻ കുറച്ച് കള്ളത്തരമൊക്കെ കാണിച്ചായിരുന്നു. ഏതായാലും അതൊക്കെ നമ്മുടെ അലീന ക്ഷമിച്ചു, പുറത്തു. സ്റ്റാൻലിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, കള്ളത്തരങ്ങൾ ഇനി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൗലോസിയേട്ടൻ കുറച്ച് ദിവസത്തിന് ലീവിന് പോയേക്കാണ്. അപ്പൊ നമ്മുടെ അലീനയാണ് ഇനിയിപ്പോ മൊത്തം ഭരണം നടത്തുന്നത്. അവിടെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അലീനയാണല്ലോ. അപ്പൊ അലീനയുടെ ഭരണം ഇനി അങ്ങോട്ട് തുടങ്ങുകയാണേ. അലീന അങ്ങനെ അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലിക്ക് കുറെ ചിട്ടകളുണ്ടല്ലോ. രാവിലെ 8 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം, 12 മണിക്ക് മുമ്പ് ലഞ്ച്, അതുപോലെ തന്നെ വൈകിട്ട് ഇത്ര സമയമാകുമ്പോഴത്തേക്കും ചായ കാപ്പി, പിന്നെ വൈകിട്ട് നമ്മുടെ സ്റ്റാൻലിക്ക് ഇത്ര സമയത്തിന് മുമ്പ് അത്താഴം കിട്ടണം. അങ്ങനെ കുറെ സംഭവങ്ങൾ ഒരു ചിട്ടവട്ടത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിക്ക് ആ ഒരു തീൻമേശയിലൊക്കെ കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം നമ്മുടെ അലീനയ്ക്ക്. ചിട്ട മാറ്റാൻ വേണ്ടിയല്ല കേട്ടോ, ഈ ദൂർത്തടി മാറ്റാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ അലീന ഇനിയിപ്പം തുനിഞ്ഞിറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിനെ ഒന്ന് എന്താ പറയാ വെളുപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ അലീന. അപ്പം അതിന്റെ കൂടെ ഈ ഔദക്കുട്ടി ചായനും സപ്പോർട്ട് ചെയ്ത് നിപ്പുണ്ടേ. സ്റ്റാൻലിയുടെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരണമെങ്കിലേ ഔദക്കുട്ടി ചായനും കൂടെ വേണം. അലീനയ്ക്ക് തന്നെ വരുക്കാൻ പറ്റുന്ന കേസല്ല നമ്മുടെ സ്റ്റാൻലിനെ. അങ്ങനെ നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു? അലീന അടുക്കളയിൽ കയറി പാചകങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഔദക്കുട്ടി ചായനോട് പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്റ്റാൻലി വന്നിട്ട്, സമയം എത്രയായിന്ന് അറിയത്തില്ലേ, ഇതാ ഞാൻ പൗലോസിനെ പറഞ്ഞു വിടണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഓരോന്ന് പറഞ്ഞു ഓരോരുത്തർ വന്നേക്കും. ഇപ്പൊ സമയം എത്രയായി, എനിക്കിവിടെ ഒരു ചിട്ടവട്ടമുണ്ട്, എനിക്ക് ആ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അലീന പറഞ്ഞു, ഇത് എന്ത് പരിപാടിയാ പപ്പ ഈ പറയുന്നത്? പപ്പേ, എത്ര രാജ്യങ്ങളില് എത്ര കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു. നമ്മൾ ഈ ഫോണിലും ടിവിയിലും ഒക്കെ കാണാറില്ലേ, ഇങ്ങനെ എല്ലു മാത്രം തെളിഞ്ഞു കാണുന്ന കുഞ്ഞുങ്ങളെ കണ്ണൊക്കെ ഉരുണ്ട വെളിയിൽ തള്ളി വന്ന് പട്ടിണി കിടന്ന് എത്ര പേരാ മരിക്കുന്നത്. എന്നിട്ടാണോ പപ്പ കുറച്ച് ലേറ്റ് ആയി പോയി, ഒരു അരമണിക്കൂർ താമസിച്ചു, 1 മണിക്കൂർ താമസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ പപ്പയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നീ എന്നെ കൂടുതൽ ചിട്ടവട്ടങ്ങൾ പഠിപ്പിക്കാൻ വരരുത്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്, അതിന്റെ ഇടയിൽ അവൾ ഓരോന്ന് കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഇന്നിപ്പം ഈ സമയത്ത് ആ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, പപ്പയോട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ലേ പപ്പ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പപ്പയ്ക്ക് ഇഷ്ടമുള്ള എന്താണ് വേണ്ടത്? ഞാൻ ഇന്ന് പപ്പയ്ക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ പപ്പയ്ക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാന്ന് ചോദിച്ചു. പപ്പ, ഇതുവരെ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ അലീനെ? ഇല്ല, ഞാൻ ഉണ്ടാക്കിയില്ല. പപ്പയ്ക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് ഓർത്തു. പറ, പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താ? അതെ, ആ ടീൻ മേശയില് കുറെ ഉണ്ടാക്കി വെക്കൂലോ, ഉണ്ടാക്കി വെക്കുക. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാല് ഞാൻ എടുത്തങ്ങ് കഴിച്ചോളാം, അല്ലാതെ ഇന്നത് എന്ന് പറഞ്ഞേ ഇവിടെ ഉണ്ടാക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ, അതെന്താ പപ്പ ഇങ്ങനെ പറഞ്ഞു? ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ പപ്പേ, ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേതെങ്കിലും 2 പീസ് എടുത്ത് കഴിച്ച് ആ മുള്ളുകൊണ്ടെടുത്ത് കുത്തി കഴിച്ച് ഒരു കത്തിയും കൊണ്ട് വെട്ടിക്കീറി കഴിച്ച് ഇങ്ങനെയാണോ പപ്പ? ഞാൻ പറഞ്ഞില്ലേ എത്ര പേരാ പപ്പ. ഞാന് അനാഥാലയത്തിൽ നിന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതും വയറ് നിറച്ചൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ടാണോ പപ്പ ഇതുപോലെ ദൂർത്തടിക്കുന്നത്? പപ്പ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കുറെ കഥകളൊക്കെ അങ്ങ് എടുത്തിട്ട് നമ്മുടെ അലീന സത്യം പറഞ്ഞ സ്റ്റാൻലി നിന്ന് ഉരുകിപ്പോയി കേട്ടോ. സ്റ്റാൻലിക്ക് എന്ത് ചെയ്യാനാ? സ്റ്റാൻലിക്കൊന്നും മറുപടി ഇല്ലാതായിപ്പോയി. സ്റ്റാൻലി ഏതായാലും മുട്ടുമടക്കി ഒരു മട്ടില് നേരെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി, ഞാൻ കഴിച്ചോളാം എന്നുള്ള രീതിയിലായി കേട്ടോ. ഏതായാലും അലീന അവിടെ ജയിച്ചു. അലീനയാണോ പിന്നെ ജയിക്കാത്ത? അലീനെ കൊണ്ടാണോ സാധിക്കാത്തത്? അലീനെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ.
അപ്പൊ നമ്മുടെ അലീന നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നേരെ കൊണ്ടുവച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് എന്തേ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ഇതൊക്കെ നിന്ന് കണ്ട് രസിക്കുന്നുണ്ടേ. തന്റെ മോൻ കിടന്ന് ഇട്ടാവട്ടത്തിൽ വെള്ളം കോരുകയും ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിച്ചായന് ഭയങ്കരമായിട്ട് ചിരിയാണ്. കാരണം ഇതുപോലെ നമ്മുടെ സ്റ്റാൻലി ആരുടെയും മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല, മുട്ടുകുത്തിയിരുന്നിട്ടില്ല. പക്ഷെ നമ്മുടെ അലീനയുടെ മുമ്പിൽ സത്യം പറഞ്ഞ അലീനയുടെ ഓരോ വാക്കുകളുടെ ഒക്കെ മുമ്പില് നിന്ന് ഉരുകുന്നത് കാണുമ്പോൾ നമ്മുടെ ഔതക്കുട്ടിച്ചായന് ചിരിയും എന്താ പറയുക സന്തോഷമാണോ എന്തോ ഒരു വല്ലാത്തൊരു ഇതാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായന്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാൻലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുകയാണ്. അപ്പോഴത്തേക്കും ആ മുള്ളെടുത്ത് കുത്തി കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഇതെന്താ പപ്പ ഇത്, ഈ മുള്ളൊക്കെ എടുത്ത് കഴിക്കണ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ കൈയില്ലേ, കൈ കൊണ്ട് കഴിക്കത്തില്ലേ? ഒരു കാര്യം ചെയ്യേ പപ്പ, അതിന് ഞാനൊന്ന് ശീലിപ്പിക്കാം. ഇപ്പൊ എന്തേ ഈ മുള്ളാണ് എന്റെ കൈയിൽ നിന്ന് അങ്ങ് വിചാരിക്കുക, ഞാന് ഇതെടുത്ത് എന്റെ പപ്പയുടെ വായിലേക്ക് വെച്ച് തരുന്നു, അത് പപ്പ കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ എന്താ ഈ പറയുന്നു, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്തുവാ പപ്പ ഇത്, പപ്പ ഇങ്ങനെയൊക്കെ ഒന്ന് ശീലിച്ച് നോക്കിക്കേ, ഞാൻ അതെടുത്ത് കഴിക്കാം, ഞാൻ എടുത്ത് തരാം, അപ്പൊ അത് കഴിക്കേ എന്ന് പറഞ്ഞു. ഏതായാലും എന്തോ നമ്മുടെ സ്റ്റാൻലി എന്ത് ചെയ്തു, അലീന കൈയും കൊണ്ട് ആ ഒരു കപ്പയോ എന്തോ സാധനമാണ്, അപ്പൊ അതും കൊണ്ട് എടുത്ത് വായ്ക്കകത്ത് വെച്ചു കൊടുത്തു. നമ്മുടെ സ്റ്റാൻലി അത് കഴിക്കുന്നു. ഉയ്യോ എന്തൊരു സന്തോഷം, നമ്മുടെ ഔതക്കുട്ടിക്കാണ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, ഞാനിപ്പൊ തുള്ളിച്ചാടൂ എന്നുള്ള അവസ്ഥയിലാണ് ഔതക്കുട്ടി ചായനുള്ളത്. അലീനയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിട്ടോ. ഈ സമയത്ത് അലീന അവിടെ ഇരുന്നു. അലീനയുടെ പപ്പായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, അലീന വാരി കഴിക്കുന്നു. അയ്യോ അലീനയ്ക്ക് എന്തോ സ്വർഗം കിട്ടിയൊരു ഇത് നമ്മുടെ അലീനയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. ഏതായാലും ഈ സമയത്ത് അലീനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഇറങ്ങുന്നത് നമ്മുടെ സ്റ്റാൻലി കാണുന്നുണ്ട്. അലീന അത് ആരും കാണാതെ തന്റെ ഇടത് കൈ കൊണ്ട് പതുക്കെ തൂത്ത് കളയുന്നു. അത് സ്റ്റാൻലി കാണുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലിയുടെ മുഖത്ത് അപ്പോഴും ഒരു ഗൗരവം ഉണ്ടെങ്കിലും ആ കണ്ണുകളിൽ നമുക്ക് ആ തീഷ്ണത മനസ്സിലാവൂ കേട്ടോ. അലീനയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ തന്റെ മകള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിച്ചിരുന്നല്ലോ എന്നൊക്കെ ആ പറഞ്ഞ ഒരു സമയത്തെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആ കണ്ണിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതായാലും അലീന അവിടെ ജയിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി ചായന അലീനയ്ക്ക് ചെന്ന് ഒരു ഷൈക്കാൻഡ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീ ഗ്രേറ്റ് ആടി, നീ ഗ്രേറ്റ്, നീ സൂപ്പർ ആടി, നിന്നെ കൊണ്ട് മാത്രം ഇതൊക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ. ഒരിക്കലും ഞാനൊന്നും വിചാരിച്ചിട്ട് ഇത് സാധിച്ചിട്ടേ ഇല്ല, അവനൊന്നും മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും പൗലോസ് പോയത് നന്നായി, ഇനിയിപ്പൊ പൗലോസിനെ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മുടെ സ്റ്റാൻലി വിളിച്ചു പറയാണ്, അതെ 1-2 ദിവസം ഇത് തുടർന്നാ മതി, ഞാൻ വേറെ ആരെങ്കിലും ഇവിടെ ജോലിക്ക് എടുക്കും എന്ന്. അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. കാരണം ഇത്രയൊക്കെ നമ്മുടെ പപ്പ സമ്മതിച്ചു കൊടുക്കുമ്പം ഇനിയിപ്പൊ പപ്പയുടെ വാക്കിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അലീന ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടുത്തെ ചുറ്റുവട്ടമൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഒരു ഒരു ഓട്ടോറിക്ഷ വന്നാട്ടോ നിൽക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയിലാണെന്ന് തോന്നുന്നു, അതോ ഇനി കാറിലാണോ, ഓട്ടോറിക്ഷയാണെന്ന് തോന്നുന്നു. നമ്മുടെ മനു വരികയാണ് കേട്ടോ. അലീന എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ തിരക്കി അലീനെ ഇങ്ങനെ മനു വരുവാണ്. മനുവിന് കാറൊക്കെ ഉണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷയിൽ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓട്ടോറിക്ഷയിൽ വരുന്ന രീതിയിലാണ് നമ്മുടെ നോവലിൽ പറയുന്നത്. ഏതായാലും ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി ഗേറ്റിന്റെ പുറത്താണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മനു ചോദിച്ചു, എന്താ ചേട്ടാ ഇത് അകത്തേക്ക് കയറി പോകത്തില്ലേ, ഈ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് കയറി പോകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ, എന്റെ പൊന്നോ എനിക്ക് ജീവനും കൊണ്ട് പോകണം. ഇവിടെ ഇതേ മനുഷ്യനേക്കാളും മുഴുത്ത മറ്റേ പോത്തുകൂട്ടങ്ങളെ പോലെ കുറെ ചെന്നായകളുണ്ട്. അതുങ്ങളെങ്ങാനും വന്ന് ചാടിയാലേ എന്റെ ജീവൻ പോയി. എനിക്ക് വീട്ടില് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ, എനിക്ക് എന്റെ കുടുംബം നോക്കാനുള്ളതാ, ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുന്നില്ലെന്ന് പറയുമ്പം, അപ്പൊ ആ പട്ടികൾ ആരെങ്കിലും കടിച്ചിട്ടൊക്കെ ഉണ്ടോ? ഇതുവരെ കടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഉണ്ടല്ലോ അതുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പേടിയാകും എന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ശരി ചേട്ടൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മനു അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മനു അകത്തേക്ക് പോകുന്നു. ഒരു ചെറിയൊരു ഭയമൊക്കെ മനുവിനുണ്ട്. മനു ചെന്നപ്പോ തന്നെ ഒരു ചെന്നായ അവിടെ നിൽക്കുന്നു. ആ ചെന്നായനെ കണ്ടതും മനു ഒന്ന് ചെറുതായിട്ട് ഭയന്നു. ഏതായാലും ഈ സമയത്ത് തക്ക സമയത്ത് നമ്മുടെ അലീന നോക്കിയപ്പോ എന്തേ മനു വരുന്നു. മനുവെ കണ്ടതും അലീനയ്ക്ക് അയ്യോ ഇത് മനുവേട്ടനല്ലേ എന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട്, ഇതെന്താ മനുവേട്ടന് ഒന്ന് പറയാതെ വന്നത്, മനുവേട്ടൻ ഇത് എങ്ങനെ മനസ്സിലായി, ഇതാ ഞാൻ താമസിച്ച വീടെന്ന് ആകെപ്പാടെ ആശ്ചര്യവും അത്ഭുതവും ഒക്കെ ആയിട്ട് നമ്മുടെ അലീന. ഈ സമയത്ത് ഔതക്കുട്ടിച്ചായൻ അവിടെ ഉണ്ട്. നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ അലീനയെ തേടി വരുന്നു. അലീന സംസാരിക്കുകയും ചെയ്യുന്നു.
ഇവനേതാ ഇത് എന്ന് ചിന്തിച്ചു പോകൂലോ. അങ്ങനെ നമ്മുടെ മനുവിനെ കയറ്റി അകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഔതക്കുട്ടിച്ചായനോട് പറഞ്ഞു, ദേ ഇതേ മനുവേട്ടനാട്ടോ. മനുവേട്ടൻ എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞിട്ടില്ലേ കൈതക്കൽ വീട്ടിലെ ആ അവിടത്തെ ശിവശങ്കരമേനോന്റെ ഏറ്റവും മൂത്ത മോനാന്ന്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിച്ചാൻ മനു ഇവളെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മനുവിനെ കുറിച്ചും അവിടുത്തെ ബാലചന്ദ്രനെ കുറിച്ചും അതുപോലെ അവിടുത്തെ കുട്ടികളെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഒരു കാര്യം ചെയ്യും വല്യപ്പച്ചൻ മനുവേട്ടനോട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടോ. ഏതായാലും ഞാൻ പോയി പപ്പയോട് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് നേരെ നമ്മുടെ അലീന പപ്പയോട് പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നേരെ ചെന്നിട്ട് പപ്പ ദേ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഗസ്റ്റോ ആര്? പപ്പ ഇങ്ങ് വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലിനെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് വന്നു. അതായത് അവിടുത്തെ ഹോളിലേക്ക് വന്നു. അതിഥികളെ സ്വീകരിക്കുന്ന സ്പേസ് അവിടെയാണ്. അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അലീന പറഞ്ഞു, പപ്പ ദേ ഇത് ആരാന്നറിയാമോ? ഇതാണ് മനുവേട്ടൻ. ഈ മനുവേട്ടനാണ് എന്നെ അനാഥാലയത്തിൽ നിന്നും അന്ന് കൈതക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുപോയ ആള്. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ വീഴ്ചയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അതുമാത്രമല്ല നമ്മുടെ സ്റ്റാൻലി പറയുന്നത്, അതെ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു, അവളെ ഞാൻ ഇവിടെ വളർത്താനാ കൊണ്ടുവന്നത്, അവൾ എന്റെ മോളാണ്, പഴയ ഇതിലേക്കൊന്നും ഇനി അവളെ വിടുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. മനുവിന് അത് തീരെ പിടിച്ചില്ല കേട്ടോ. പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മനുവിന് ചായയൊക്കെ കൊടുത്തു, സ്നാക്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ മനുവിനെ കൊണ്ടുപോയി ഈ അവിടത്തെ ആ ഒരു റബ്ബറും അതുപോലെ അവിടെയുള്ള തോട്ടങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് മനു പറഞ്ഞു, ഓഹോ കൊള്ളാലോ, നിന്റെ പപ്പ ചില്ലറക്കാരനല്ലല്ലോ, ഇതിപ്പോ വലിയ വലിയ ഏക്കർ കണക്കിനാണല്ലോ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞപ്പം അതേന്നേ, അതെ എന്റെ പപ്പ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട് പപ്പാക്ക് ഭയങ്കര ദൂർത്തടിയാന്നേ. അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തോണ്ട് വരിക. പിന്നെ കർക്കശക്കാരൻ എന്ന് വെച്ചാൽ ഭയങ്കര കർക്കശക്കാരൻ, പട്ടാളക്കാരൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ റിട്ടയർഡ് പട്ടാളക്കാരന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു ചിട്ടയുള്ള പട്ടാളക്കാരൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാനുണ്ടല്ലോ പപ്പനെ ആകെപ്പടം മാറ്റിയെടുത്ത് മനുവേട്ടാ എന്നൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനയുടെ ടൂണൊക്കെ കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ മനു പറഞ്ഞു, അലീനെ നീ ഒരുപാട് മാറിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാറിപ്പോയെന്നോ? അതെ, നീ പണ്ട് പതിയെ സംസാരിച്ചുകൊണ്ടിരുന്നതാ, ഒരു കരട്ടന് സൈഡിൽ അല്ലെങ്കിൽ ഒരു വാതിലിന്റെ സൈഡിലൊക്കെ നിന്ന് പതിയെ സംസാരിച്ചുകൊണ്ടിരുന്ന അലീന അല്ലല്ലോ ഈ സംസാരിക്കുന്നത്, നീ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പൊ നമ്മുടെ മനു പറഞ്ഞു, ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഇത് നിന്റെ പോസിറ്റീവ് തന്നെയാണ്. നീ ഇപ്പം അനാഥാലയത്തിലെ പെൺകുട്ടി അല്ല, നീ ഇവിടെ സ്റ്റാൻലി, അതായത് കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലിയുടെ മകളാണ്. അപ്പം അതിൻ്റെതായ ഒരു ഇത് നിനക്ക് വേണം, അത് നിനക്ക് വേണ്ടതാണ്, അതാണ് ഇപ്പൊ നീ ചെയ്യുന്നത്, ഇത് നല്ലതാണ്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ തന്നെ നീ ജീവിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലീനയോട് മനു പറഞ്ഞു, ഏതായാലും നിന്റെ പപ്പ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിന്റെ പപ്പയ്ക്ക് ഞാൻ ഇവിടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കൈതക്കൽ തറവാട്ടിൽ നിന്നോ നെടുമ്പുരയ്ക്കിൽ നിന്നോ ആരും വരുന്നത് നിന്റെ പപ്പയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും. നിന്റെ പപ്പ പറയുന്നത് ഇനി ബന്ധം പുലർത്താനായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചതെന്ന്. അപ്പം പറഞ്ഞു, അതൊന്നും കാര്യാക്കണ്ട, പപ്പ അങ്ങനെ പറയുന്നു, അന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾ ഒരു കാര്യം പറയും, പക്ഷെ അത് നമ്മൾ വിചാരിക്കണ്ടേ നമ്മൾ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ. അതൊന്നും കാര്യമൊക്കെ എടുക്കേണ്ട മനുവേട്ടാന്ന് പറഞ്ഞു. അപ്പൊ മനു ഓക്കെ സാരമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ മനുവിനെ അവിടുത്തെ ചിട്ടവട്ടങ്ങളെല്ലാം കാണിച്ചൊക്കെ കൊടുത്തു. അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് മനുവേട്ടന്റെ റൂം കാണണ്ടേ മനുവേട്ടാന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് കൊണ്ടുപോവാണ്, റൂം കാണിക്കാനായിട്ട്. ഉയ്യോ വമ്പൻ സെറ്റപ്പ്. നമ്മുടെ മനു ചോദിച്ചു, ഇതെന്താ നീ എന്താ ഇവിടെ മറ്റേ സപ്രമഞ്ചക്കാട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇതിപ്പം എന്ത് സൗകര്യം, ഇതുപോലൊരു റൂം എന്താ അലീന ഇതെന്ന് ചോദിച്ചപ്പം അതെ ഇവിടുത്തെ ഏറ്റവും നല്ല റൂമാ ഇതാ എന്റെ പപ്പ എനിക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, ഏതായാലും നിന്റെ പപ്പ നിന്നെ ഏത് രീതിയിലാണ് നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അലീന, ഇത് തന്നെ അലീന വേണ്ടത്. നിന്റെ പപ്പ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നിന്റെ പപ്പ നിന്റെ മോളായിട്ട് അംഗീകരിക്കുന്നു. ഏതായാലും ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമോ നിനക്ക് കിട്ടാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതേ മനുവേട്ട, എനിക്ക് ഇതിൽ കൂടുതൽ ഭാഗ്യമൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നതാ എൻ്റെ പപ്പയുടെ അടുത്ത് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഇരുന്ന് ഒരു നേരം ആഹാരം കഴിക്കുക, എന്നെ മോളെ എന്ന് വിളിക്കുക, അംഗീകരിക്കുക മോളായിട്ടെന്നൊക്കെ. പക്ഷെ അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, സ്വപ്നമാണോ എന്ന് പോലും ഞാൻ ഓർത്ത് പോകുകയാണ്. പക്ഷെ അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മനുവേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ മനു അവിടെ നിന്ന് യാത്ര പറയുമ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് പോകുന്നത്. അലീനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അലീനയോടൊന്ന് തനിയെ സംസാരിക്കാനോ മനസ്സ് തുറക്കാനോ ഒന്നും പറ്റത്തില്ലാത്തൊരു സാഹചര്യമായി പോയി അവിടെ. ഏതായാലും ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയിപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ, ഇതിന്റെ ബാലൻസ് കഥയായിട്ടൊക്കെ വരാം. അപ്പൊ നമ്മൾ ഡെയിലി പ്രമോ വിശേഷം
സോറി, പ്രമോ വിശേഷമല്ല, അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ യൂട്യൂബിലും എന്നും ഒരു 2:45 കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, കൂടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.